സത്യം പറഞ്ഞ പടം ഇങ്ങനെ വിചാരിച്ചില്ല. അപ്പൊ കാത്തിരിപ്പിന് വിരാമമായി ഇന്നലെ നമ്മുടെ വിജയാണന്റെ ജനനായക സിനിമ ഇറങ്ങി. അപ്പൊ ഇന്ന് നോക്കുക നേരെ തിയേറ്റർ പോകാൻ സിനിമ. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പോഴത്തെ നമ്മൾ തിയേറ്ററിലോട്ട് വന്നു. എന്തായാലും പതില്ല നേരത്തെ ഇരുന്നു. അപ്പൊ തിയേറ്ററിനകത്ത് കയറിയപ്പോ തന്നെ സിനിമയുടെ മുമ്പ് തന്നെ വിജയാണന്റെ എല്ലാ സിനിമയോടും ചെറിയ എഡിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ശ്രീ ജോസഫ് വിജയ് ആണ് ജനനായകൻ. അപ്പോൾ ഗൈസ് സത്യം പറഞ്ഞ പടം ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലൊക്കെ കുറച്ച് പടത്തിനെ കുറിച്ച് റിവ്യൂ പോലൊക്കെ കണ്ടായിരുന്നു. അതിനകത്തെല്ലാം പറഞ്ഞേക്കുന്ന ജസ്റ്റ് പടം ഒരു മിഡ് റേഞ്ച് പടം, വലിയ സംഭവമൊന്നുമില്ല, അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. എനിക്ക് കണ്ടിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഒരു മിഡിനെ കാട്ടി മണ്ടയ്ക്കോട്ട് ആ ഒരു ലെവലാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. അതെല്ലാം അത്യാവശ്യം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ കുറേ അടിപൊളി സീനുകളെല്ലാം ഉണ്ട്. അത് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലാസ്റ്റ് ഫിലിമ അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് കുറച്ച് അടിച്ചു പൊളിക്കാൻ പറ്റിയ തിയേറ്ററിൽ നിന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ കുറേ അടിപൊളി സീനുണ്ട്. അതെല്ലാം നമുക്ക് സിനിമയിലെ കുറേ അവിടെ ഇവിടെ എല്ലാം കുറേ നല്ല സീനുകളെല്ലാം ഉണ്ട്, കുറച്ച് മാസ് എൻട്രി സീനുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ചിലയിടത്ത് മാത്രം കുറച്ച് ഇതുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സിനിമ ഫുൾ ഓക്കെയാണ്. അപ്പോൾ സിനിമയെ കുറിച്ച് ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മിഡ് റേഞ്ചിനെ കാട്ടി കുറച്ചുകൂടെ മണ്ടക്കായിട്ടുള്ള ഒരിത് കുറച്ച് വയലൻസും കാര്യങ്ങളും പിന്നെ പൊളിറ്റിക്സും കാര്യങ്ങളെല്ലാം ചേർത്ത് അങ്ങനെ സിനിമ. പക്ഷേ ലാസ്റ്റ് ഫിലിമാണ്. കൂട്ടുകാരെല്ലാം ഒരുമിച്ച് ഇന്ന് തിയേറ്ററിൽ നിന്ന് അടിച്ചു വിളിക്കാൻ പറ്റിയ കുറേ നല്ല സീനുകളെല്ലാം ഉണ്ട്. പക്ഷേ ടൈറ്റിൽ കാർഡും വിജയുടെ ഇൻട്രൊഡക്ഷൻ കാർഡുണ്ട്. അതൊക്കെ വരുമ്പോൾ ശ്രീ ജോസഫ് വിജയ് അതൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. അവസാനത്തെ റീക്യാപ്പ് നമുക്ക് കുറച്ച് വിഷമമായിപ്പോയി. അതങ്ങനെയാണല്ലോ, എൻ്റെ ഫാനറാന്നൊക്കെ തന്നെ അല്ലേ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ. ദ ലാസ്റ്റ് ഡാൻസ് ഓക്കെ. അപ്പോൾ എന്തായാലും പടം എന്തായാലും എനിക്ക് അത്രയും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞങ്ങൾ ഇന്നലെ എൻജോയ് ചെയ്ത് തന്നെ കണ്ട്. അപ്പോൾ ഇനിയൊരു പടം ചെയ്യുമായിരിക്കുമല്ലേ, ചിലപ്പോൾ പറയാൻ പറ്റും. പുള്ളി തോന്നിയാണ് ചെയ്യുമായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളു. ഇതുവരെ കാണാം. ബൈ.